ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഉച്ചയൂണിന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ സോയ മസാല തയ്യാറാക്കാമെന്ന് കരുതി. പിന്നെ ഉണക്കക്കൊഞ്ചിരിപ്പുണ്ട്, ഇത്തിരി ചമ്മന്തി അരയ്ക്കാം, പിന്നെ പാവയ്ക്കയുണ്ട്, അത് മെഴുക്കുവരട്ടി വെക്കാം, പിന്നെ പച്ചമുരുകൊക്കെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പോൾ അത് ആദ്യമേ തന്നെ സോയ മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ദാണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാളയും പച്ചമുളകോട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇത്തിരി ഉപ്പൂടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് വഴന്ന് കിട്ടട്ടെ. അപ്പോഴത്തേക്ക് നേരത്തെ തന്നെ ഞാൻ സോയ ബോള് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ചിട്ട് കൊടുക്കാം. നമ്മളൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സോയാ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത്തിരി നേരം വേവിച്ചെടുത്താൽ മതി. പാതി വെന്ത സോയാബീനാണ്. ഇനി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സോയാ ബോളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ സ്വാദിഷ്ടമായ നമ്മുടെ സോയാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ സോയാ മസാലയാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി. എന്നാലും പോരല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഉണക്കക്കൊഞ്ചിൻ്റെ ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി. കൊഞ്ച് ഒരു പാക്കറ്റാണ് വാങ്ങിയത്. അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് വറുത്ത് ചമ്മന്തി അരച്ചാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഞാൻ ഒന്ന് തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പാനിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഒന്ന് പാനിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ചെറിയൊരു അല്ലി പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിഴുപുളി, പിന്നെ മുളക് പൊടിയും തേങ്ങയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ദാണ്ട അരച്ചൂരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഉണക്കക്കൊഞ്ച് ചമ്മന്തി. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ്. ചമ്മന്തിയൊക്കെ ഇങ്ങനെ അരയ്ക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുളക് പൊടി ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ പാവയ്ക്ക, സ്ഥിരം ഭക്ഷണമാണല്ലോ നമ്മുടെ പാവയ്ക്ക. അതില്ലാത്ത ദിവസമൊന്നുമില്ല കേട്ടോ. വാങ്ങുമ്പോൾ 1 കിലോയൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വരുന്നത്. അത് പിന്നെ തീരണ്ടായോ, ഒരു ദിവസം ഒരു പാവയ്ക്കയുടെ കാര്യമുള്ളൂ. അത് തീരത്തുമില്ല, 1 കിലോ തീർന്ന് കിട്ടണ്ടേ. അതുകൊണ്ടാണ് പാവയ്ക്ക കാണിക്കുന്നത്. കണ്ട് നിങ്ങളൊക്കെ മടുത്ത് കാണും. എന്നാലും പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. അപ്പം പാവയ്ക്ക അരിഞ്ഞ് അതിലേക്ക് തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ മെഴുക്കുവരട്ടി വെച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്പൊന്നും തീരെ ഉണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പാവയ്ക്ക എടുക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചവയ്ക്കാൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്കയ്ക്ക് ഉള്ള കയ്പൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. സോയ മസാല, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഞാൻ പച്ചമൂര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, ചമ്മന്തി ഉണ്ടല്ലോ. അപ്പോൾ ഇച്ചിരി പച്ചമുരട് ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ അതുകൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചോറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. മീനൊക്കെ ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് ആളുകൾക്ക് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് ചോറേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ സോയാ ബോളിൻ്റെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് നേട്ടാ സോയാ ബോളിൻ്റെ മസാലയ്ക്ക്. ഈ ഒരു കറി മാത്രം മതി ചോറ് തന്നെ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ അച്ചാർ ഇരിപ്പുണ്ട്. അച്ചാർ നമ്മുടെ ഇരുമ്പിപ്പുളി അച്ചാറാണ് കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഇത്തിരി ഇരുമ്പിപ്പുളിയുടെ അച്ചാറോട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചമോര്, ഒരു ഗ്ലാസ്സിൽ ഞാൻ ഇത്തിരി പച്ചമോരൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിലോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിലോ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദാണ്ട ഗ്ലാസ്സിലേക്ക് ഞാൻ മോരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുമായി പിന്നൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.